ഡിയർ സ്റ്റുഡൻസ്, പേജ് 29 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അതിൽ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. ഇനി മൂന്നാമത്തത് ഡ്രോ ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ബൈസെക്ടർ. 75 ഡിഗ്രി മെഷറുള്ള ഒരു ആംഗിൾ വരച്ചുണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതാണ്. ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈൻ്റെ ഒരു എൻഡിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 75 ഡിഗ്രി മാർക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത ലൈൻ വരയ്ക്കുക. അപ്പോൾ 75 ഡിഗ്രി മെഷറുള്ള ഒരു ആംഗിളാവും. എന്നിട്ട് ആ ആംഗിളിനെ എങ്ങനെയാണോ ഞാൻ ആംഗിൾ ബൈസെക്റ്റ് ചെയ്തത്, ബൈസെക്ടർ വരച്ചുകൊണ്ട് ചെയ്തത്, അതേപോലെ നിങ്ങളും ആ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യാം. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, 2.25 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തുള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് റേഡിയസ് ഉള്ള 2.25 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ 2.25 എന്നുള്ളത് സ്കെയിലിൽ അളന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2.25ൻ്റെ നേരെ ഡബിൾ എടുക്കുന്നു. 2.25ൻ്റെ ഡബിൾ 4.5 ആണ്. അങ്ങനെ 4.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ വരച്ച് അതിനെ ബൈസെക്റ്റ് ചെയ്ത് ഹാഫ് കണ്ടെത്തിയിട്ട് ആ ഹാഫ് റേഡിയസ് ആവുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 4, റേഡിയസ് എത്രയാണ്? റേഡിയസ് ഈസ് ഈക്വൽ ടു 2.25 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ 2.25ൻ്റെ ഡബിൾ എത്രയാണ്? 4.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ ആദ്യം തന്നെ വരച്ചിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നു. 0യിൽ സ്റ്റാർട്ട് ചെയ്തു, 4.5ൽ അവസാനിപ്പിച്ചു. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ എൻഡിൽ കോമ്പസ് വെച്ച് പകുതിയിലധികം എടുത്തുകൊണ്ട് ഈ ഭാഗത്ത് വരയ്ക്കുന്നു, അതുപോലെ ഈ ഭാഗത്തും വരയ്ക്കുന്നു. ആഫ്റ്റർ ദാറ്റ് വി ആർ ഇങ്ങനെ ഈ ഭാഗത്ത് വരയ്ക്കുന്നു. ഇപ്പോൾ 2 പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരച്ചാൽ വിൽ ഗെറ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ ഈ ലെങ്ത്ത് 2.25 ആണ്. ഇവിടെയും അതേപോലെ 2.25 ആണ്. ഓക്കെ. ഇനി 2.25 റേഡിയസ് ആവുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ സർക്കിൾ വരയ്ക്കണമെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ വേണം, റേഡിയസും വേണം. റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ പുതിയ ലെങ്ത്താണ് 2.25 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇത് 2.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 2.25 സെൻറ്റിമീറ്ററിൽ സർക്കിൾ വരയ്ക്കുമ്പോൾ റേഡിയസ് ഉള്ള 2.25 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ. ഇനി ഈ എൻഡിൽ വെച്ചിട്ടും വരയ്ക്കാം. ഈ എൻഡിൽ വെച്ചിട്ട് വരയ്ക്കാം, അതല്ലെങ്കിൽ ഈ സെൻറ്ററിൽ വെച്ചിട്ട് വരയ്ക്കാം, സെൻറ്ററിൽ വെച്ചിട്ടും വരയ്ക്കാം. അങ്ങനെ 3 രീതിയിൽ വരയ്ക്കാം. ഞാൻ 3 വരയ്ക്കുന്നു. ശരിക്കും 1 വരച്ചാൽ മതി, പക്ഷെ ഞാൻ 3 വരയ്ക്കുകയാണ്. 3 രീതിയിലും വരയ്ക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സർക്കിൾ വരച്ചു. അതിൻ്റെ റേഡിയസ് 2.25 ആണ്. രണ്ടാമത് ഈ എൻഡിൽ വെക്കുന്നു. ഈ എൻഡിൽ വെച്ച് വരയ്ക്കുമ്പോൾ വിൽ ഗെറ്റ് അനദർ സർക്കിൾ. ഓക്കെ. ഈ സർക്കിളിൻ്റെ റേഡിയസും എന്താണ്? 2.25 ആണ്. അപ്പോൾ ഇതാണ് സെൻറ്ററായിട്ട് എടുത്തത്, പിന്നെ ഇതാണ് സെൻറ്ററായിട്ട് എടുത്തത്. ഇനി ഈ മിഡ് പോയിൻറ്റ് നമുക്ക് സെൻറ്ററായിട്ട് എടുക്കാം. മിഡ് പോയിൻറ്റ് സെൻറ്ററായിട്ട് എടുക്കുമ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസും ആ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസും രണ്ടും സെയിം ആയിരിക്കും. സോ വിൽ ഗെറ്റ് അനദർ സർക്കിൾ. ആ സർക്കിളിൻ്റെ റേഡിയസും എത്രയാണ്? 2.25 ആണ്. അപ്പോൾ 2.25 റേഡിയസുള്ള 3 സർക്കിൾ നമ്മളിപ്പം വരച്ചു. അപ്പോൾ 2.25 റേഡിയസ് സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ 2.25ൻ്റെ ഡബിളായ 4.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ് വരച്ചിട്ട് അതിനെ ബൈസെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ.
Then fourth question, draw triangle ABC with AB 6 cm, angle A 22 and half, B 67 and half. Okay. Fifth question, draw triangle ABC. Triangle ABC വരയ്ക്കുക. ആ triangle ABCയിൽ AB 6 cm ആണ്, angle A 22 and half ആണ്. ഓക്കെ, അത് AB എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഒരു എൻഡിലുള്ള ആംഗിൾ A 22 and half ആണ്, മറ്റേ എൻഡിലുള്ള ആംഗിൾ B 67 and half ആണ്. ആ രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരയ്ക്കുക നോക്കാം. ഒരു സൈഡ് എ ബി ആണ്, അതിൻ്റെ ലെങ്ത്ത് 6 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 cm ലൈൻ സെഗ്മെൻറ്റ് ആദ്യം തന്നെ വരയ്ക്കുന്നു. ഫ്രം 0 to 6. ഓക്കെ, ആ 6 cm എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉണ്ടാവുക, 0 to 6 cm. അപ്പോൾ 6 cm ലെങ്ത്തിലൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഇനി രണ്ട് ആംഗിൾസ് ഉണ്ട്. ആംഗിൾ A is equal to 22 and half and ആംഗിൾ B is equal to 67 and half. ഓക്കെ, ഇത്രയും ഭാഗമേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന മെഷേഴ്സ് ഏതൊക്കെയാണ്? AB is equal to 6 cm, angle A is equal to 22 and half, then angle B is equal to 67 and half. ഓക്കെ, ഈ മൂന്ന് മെഷേഴ്സ് ആണുള്ളത്. അപ്പോൾ 6 cm നമ്മൾ ആദ്യം തന്നെ വരച്ചു, ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു 6 cm, and this point is A and this point is B. ഇനി 22 and half-ഉം 47 and 67 and half-ഉം രണ്ട് ആംഗിൾസ് വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് ഇങ്ങനെ ഹാഫ് വെച്ച് തരാൻ കാരണം ആംഗിൾ ബൈസെക്ടർ വരച്ചുകൊണ്ട് ചെയ്യേണ്ടതായതുകൊണ്ടാണ്. അപ്പോൾ 22 and half എന്ന് പറഞ്ഞാൽ 22 and half എന്നാൽ 45ൻ്റെ പകുതിയാണ്. 45ൻ്റെ പകുതിയാണ്. ഈ 45 എന്നാൽ അതെന്താണ്? അത് 90യുടെ ഹാഫാണ്. 90ൻ്റെ ഹാഫ്. അപ്പോൾ 90 ആംഗിൾ മാർക്ക് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുത്ത് 45 ആക്കി, അതിൻ്റെ ഹാഫ് എടുത്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 22 and half. ഓക്കെ, പിന്നെ അടുത്തത് കൊണ്ട് 67 and half ആണ്. നോക്കുക, ഈ 45ഉം 22 and half-ഉം രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണെന്ത്? 67 and half. ഓക്കെ, 22 and half plus 45, that is equal to what? 67 and half. അപ്പോൾ 90യുടെ പകുതിയായ 45ഉം 45ൻ്റെ പകുതിയായ 22 and half-ഉം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 67 and half കിട്ടും. അങ്ങനെ നമ്മൾ രണ്ട് ആംഗിൾസ് ഉണ്ടാക്കിയിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആംഗിൾ A 22 and half ആവണമെങ്കിൽ ആദ്യം എന്ത് വേണം? 90 വേണം, പിന്നെ 90യുടെ പകുതി 45 വേണം, പിന്നെ അതിൻ്റെ പകുതി 22 and half വേണം. അപ്പോൾ നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 90 മാർക്ക് ചെയ്യുന്നു. ദിസ് ആംഗിൾ ഈസ് 90. ഓക്കെ, ഇവിടെ നമുക്ക് 90 കിട്ടി. ഈ 90യുടെ നേർ പകുതി ബൈസെക്റ്റ് ചെയ്യാണ് 90യെ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഈ വെർട്ടെക്സിൽ കോമ്പസ് വെച്ച് ഇങ്ങനെ രണ്ട് പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടെ കോമ്പസ് വെച്ചിട്ട് മിഡിലിൽ മാർക്ക് ചെയ്തു. അതേപോലെ ഈ പോയിന്റിലും ആദ്യം മാർക്ക് ചെയ്ത ഈ കിട്ടിയ പോയിന്റിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നു. സോ വി ഗോട്ട് ഒരു പോയിന്റ് കിട്ടി. ഇവിടുന്ന് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 45 and 45 ആണ്. ഇപ്പോൾ 90യെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു. ദിസ് ഈസ് 45 ആൻഡ് ദിസ് ഓൾസോ ഈസ് 45. ഈ 45നെ വീണ്ടും നമ്മൾ
ബൈസെക്റ്റ് ചെയ്യുന്നു. ഈ പോയിന്റിൽ വെച്ച് എന്നിട്ട് ആ 2 പോയിന്റിൽ വീണ്ടും വെച്ചുകൊണ്ട് നമ്മൾ ബൈസെക്റ്റ് ചെയ്യാണ്. ഇവിടെ വരച്ചു, ഈ പോയിന്റിലേക്ക് മാറ്റി വെച്ചു, വരച്ചു. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ നമ്മൾ വരയ്ക്കുന്നു. വരച്ചു കഴിഞ്ഞാൽ you will get what? 22 and half. 22 and half ആണ്. ആകെ 90നെ ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ 45. ആ 45നെ വീണ്ടും ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ 22 and half കിട്ടി. ഇനി ഇവിടെ നമുക്ക് 22 and half പ്ലസ് 45 ഉണ്ടെങ്കിൽ 67 ആയി. ഓക്കെ, അപ്പോൾ അവിടെയും എന്ത് ചെയ്യുക? ആദ്യം 90 മാർക്ക് ചെയ്യുന്നു. This is 90. കിട്ടി. ആ 90യെ വീണ്ടും നമ്മൾ ബൈസെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 45 and 45 ആവും. ഇവിടെ വരച്ചു, ഇപ്പുറത്തും വരച്ചു ആർക്ക്. ഈ പോയിന്റിൽ വെച്ച് ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഈ പോയിന്റിൽ വെച്ച് മറ്റൊരു ആർക്ക് വരച്ചു. രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 45 and 45 ആയി. ഇനി ഈ 45നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഒരു 45 കിട്ടി, 45. ഈ 45നെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ 22 and half കിട്ടും. അപ്പോൾ ടോട്ടൽ എത്രയായി മാറും? 67 and half ആയി മാറും. അപ്പോൾ ഇതിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ഇതേ മെഷർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 2 മാർക്കായി, ഒന്ന് ഇവിടെ കിട്ടി, ഒന്ന് ഇവിടെ കിട്ടി. ഇനി ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ പോയിന്റിൽ വെച്ചിട്ട് മാർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തൊരു പോയിന്റ് ഇവിടെ കിട്ടി. ഈ പോയിന്റിൽ നിന്ന് നേരെ താഴെയുള്ള ബി എന്ന പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുള്ള 45 2ആയി ഡിവൈഡ് ചെയ്തു. ഇത് 22 and half ആണ്, അടുത്തതും 22 and half ആണ്. ഓക്കെ, ദിസ് ഈസ് 22 and half. ഇപ്പുറമുള്ളതും 22 and half ആണ്. അപ്പോൾ ഈ 45 പ്ലസ് 22 and half എത്രയായി? 67 and half. ഓക്കെ, അപ്പോൾ ഈ 67 and half ആയി മാറുന്ന ഈ ലൈൻ, ഇത് നമ്മൾ ഡോട്ടഡ് ലൈൻ അല്ല, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇത് ടോട്ടൽ ആംഗിൾ എത്രയായി? 67 and half ആയി. അതേപോലെ ഈ ലൈന് നമ്മളിനി ഇങ്ങനെ പ്രൊഡ്യൂസ്, ഇത് 22 and half ആണ്. അപ്പോൾ ഇവിടെ 22 and half, ഇവിടെ 67 and half, ഈ സൈഡ് 6 സെൻറ്റിമീറ്റർ. ഇതിങ്ങനെ നീട്ടി വരച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെ എത്തിക്കാം? ഇപ്പം വരച്ചിരിക്കുന്ന ഈ ലൈനിൽ മീറ്റ് ചെയ്യുന്നത് വരെ കൊണ്ടുപോകാം. ഓക്കെ, സോ ദിസ് ഈസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ. ആംഗിൾ എ 22 and half, ആംഗിൾ ബി 45 plus 22 and half, that is 67 and half, and this side is 6 centimeter. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി കിട്ടി. അപ്പോൾ എയും ബിയും ആണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി സി. അങ്ങനെ ട്രയാങ്കിൾ എ ബി സി ആയി. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. എ ബി 6 centimeter, ആംഗിൾ എ is equal to 22 and half, angle B is equal to 45 plus 22 and half, that is total is
67.5. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. Draw a triangle and the perpendicular bisectors of all three sides. Do all three bisectors intersect at the same point? ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ മെഷർ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ട്രയാങ്കിൾ അങ്ങ് വരച്ചാൽ മതി. ദെൻ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ ത്രീ സൈഡ്സ്, ഈ 3 സൈഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും വരയ്ക്കണം. ഡു ഓൾ ത്രീ ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ സെയിം പോയിൻറ്റ്. അങ്ങനെ വരയ്ക്കുന്ന 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഒരൊറ്റ പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വരച്ച് നോക്കുക, എന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 6, ഡ്രോ എ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾ മെഷറൊന്നും പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് സിംപ്ലി ഒരു ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഒരു സൈഡ് വരച്ചു, ഒരു സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു, ഒരു സൈഡ് ഇവിടെ വരച്ചു. അപ്പോൾ വി ഗോട്ട് എ ട്രയാങ്കിൾ. ഇനി എല്ലാ സൈഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഇതിന് പേര് കൊടുക്കാം, ട്രയാങ്കിൾ എ ബി സി. ഇവിടെ കോമ്പസ് വെച്ചു, പകുതിയിലധികം എടുത്തുകൊണ്ട് ഈ സൈഡിൽ വരച്ചു, ഇവിടെയും ആർക്ക് വരച്ചു, നേരെ ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് 2 ഭാഗത്തും വരയ്ക്കുന്നു. വരയ്ക്കുമ്പോൾ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടി ഇവിടെ തന്നെ വെച്ചിട്ട് വരയ്ക്കുന്നു. ഇപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്തു. നൗ വി ഗോട്ട് 2 points. Draw a line joining those 2 points, that is perpendicular bisector. അപ്പോൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ദിസ് ആംഗിൾ ഈസ് 90 ആൻഡ് ദിസ് ഈസ് ഹാഫ് ഓഫ് എ ബി, ദിസ് ഈസ് ഹാഫ് ഓഫ് എ ബി. ഇനി ഈ സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അവിടെ വെച്ചു, പകുതിയിലധികം എടുത്തുകൊണ്ട് ഈ ഭാഗത്തൊരു ആർക്ക് വരച്ചു, ഈ ഭാഗത്തും വരച്ചു, ഈ എൻഡിൽ വെക്കുന്നു, ഇവിടെ വരച്ചു, ഇവിടെയും വരച്ചു. Now we got 2 points. ആ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അത് മറ്റൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി നമുക്ക് 3ാമത്തെ സൈഡുണ്ട്. ഈ 3ാമത്തെ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിനുവേണ്ടി ഈ എൻഡിൽ വെച്ചു, മോർ ദാൻ ഹാഫ്, പകുതിയിലധികം എടുത്തു, ഇവിടെ വരച്ചു, ഈ ഭാഗത്തൊരു ആർക്ക് വരച്ചു, ചേഞ്ച് ചെയ്യാതെ, റേഡിയസ് ചേഞ്ച് ചെയ്യാതെ ഈ ഭാഗത്ത് വെച്ചു. കൂട്ടിമുട്ടാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ ഭാഗത്ത് തന്നെ വെച്ചുകൊണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് കിട്ടി, ഒരു പോയിൻ്റ് ഇവിടെയും കിട്ടി. സോ ദിസ് ഈസ് 1 point, ദിസ് ഈസ് അനദർ പോയിൻ്റ്. 2 പോയിൻറ്റ്സ് കിട്ടി. ഈ 2 പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ദ തേർഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ തേർഡ് സൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 90 കിട്ടി. ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതാണ്, ഇത് 2ാമത്തത്, ഇത് 3ാമത്തത്. ഈ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടറും പാസ് ചെയ്യുന്നത് ഒറ്റ പോയിൻറ്റിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ചോദിച്ചത്? ഡു ഓൾ 3 ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ സെയിം പോയിൻറ്റ്. ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം. ഓക്കെ, ദേ
intersect at the same point. എല്ലാം ഒരേ പോയിന്റിൽ തന്നെ ഒരേ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്, സെയിം പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7th one, draw a triangle and the bisectors of all three angles. Do all three bisectors intersect at the സെയിം പോയിന്റ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും ബൈസെക്ടേഴ്സ് വരയ്ക്കുക, എന്നിട്ട് ആ 3 ആംഗിൾ ബൈസെക്ടേഴ്സും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വിൽ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് എന്ന് മനസ്സിലാക്കി. ഇനി ഒരു ട്രയാങ്കിൾ വരച്ചുകൊണ്ട് ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ ബൈസെക്ടേഴ്സാണ് വരയ്ക്കുന്നതെങ്കിൽ 3 ആംഗിൾ ബൈസെക്ടേഴ്സും ഒരൊറ്റ പോയിന്റിലൂടെ കടന്നു പോകുമോ എന്നാണ് ചോദ്യം. അതിന് നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. മൂന്ന് ആംഗിളിൻ്റെയും ബൈസെക്ടേഴ്സ് വരയ്ക്കുകയാണ്. ഇതിന് നമ്മൾ പി ക്യു ആർ എന്ന പേര് കൊടുക്കുന്നു. ആംഗിൾ പി, ആംഗിൾ ക്യു ആൻഡ് ആംഗിൾ ആർ. ആംഗിൾ ബൈസെക്ടേഴ്സ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, അതേപോലെ വരയ്ക്കുന്നു. ഈ പോയിന്റിൽ വെച്ചു, ഇങ്ങനെ ആർക്ക് വരച്ചു. ആ 2 പോയിന്റിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നു. നമുക്കവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ വരയ്ക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ ക്യൂ. ഓക്കെ, ക്യൂവിൻ്റെ ആംഗിൾ ബൈസെക്ടറായി. ഇനി ആറിൽ വെച്ചുകൊണ്ട് ഇതേപോലെ തന്നെ ചെയ്യുന്നു. 2 സൈഡ്സിനെയും കട്ട് ചെയ്തു. ആ 2 പോയിന്റിൽ വെച്ചുകൊണ്ട് വീണ്ടും ഉള്ളിൽ വരയ്ക്കുന്നു. ഇവിടെ വരച്ചു. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് വരച്ചു. സോ വി ഗോട്ട് എ പോയിന്റ്. ഈ പോയിന്റും ആറും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുകയാണ്. Now we got another angle bisector of angle R. Okay, ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇത്. ഇനി മൂന്നാമത്തെ ആംഗിളിൽ ഈ ആംഗിളിലെ ബൈസെക്ടർ വരയ്ക്കുക, അതും ഇതിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. പിയിൽ കോമ്പസ് വെച്ച് ഒരാർക്ക് കൂടെ വരച്ചു, ഇവിടെയും വരച്ചു. ഓക്കെ, ഞാൻ ആ 2 പോയിന്റിൽ വീണ്ടും കോമ്പസ് വെക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിലൂടെ ആ വെർട്ടെക്സ് ഒന്ന് വരയ്ക്കുകയാണ്. Now you can see that this third angle bisector also will pass through the passes through the point of intersection of other two angle bisectors. Okay, angle Q ന്റെ ബൈസെക്ടറും angle R ന്റെ ബൈസെക്ടറും intersect ചെയ്ത point ആണ് this point, and bisector of angle P also passes through the same point. Okay, so we can say that all the 3 angle bisectors intersect at the same point. Okay, so the answer is yes. Okay, they intersect at the same point.
ഓക്കെ, ദേ മീൻസ് ആംഗിൾ ബൈസെക്ടേഴ്സ്. ഓക്കെ, ഇവിടെ ദേ മീൻസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ്. അപ്പോൾ ഇതൊക്കെ ചില പ്രത്യേകതകളാണ്, നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രത്യേകതകളാണ്. ഏത് ട്രയാങ്കിൾ വരച്ചാലും ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മൂന്നും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ the three perpendicular bisectors will intersect at a point or they will pass through a single point. അതേപോലെ തന്നെ for any triangle, if you draw angle bisectors, the three angle bisectors intersect at a point or the three angle bisectors pass through the same point. Okay, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. Meet you in the next class.